ഞാനുള്ള ഒരു പബ്ലിക് ചാലഞ്ച് ആയിട്ടാണ് ഈ MRIയിൽ വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ കപ്പിൾസ് ഉണ്ടെങ്കിൽ ഞാൻ അവരെ പ്രപ്പോസ് ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിൽ അവരുടെ പേഴ്സിൽ ഉണ്ടല്ലോ, അവരുടെ വാലറ്റിൽ അവരുടെ വൈഫിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ടാണ് ഒരു പ്രാങ്ക്. ആക്ച്വലി ഇതുണ്ടല്ലോ വെഡിങ് ആനിവേഴ്സറി ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്രാങ്ക് ആണ് കേട്ടോ. ഓക്കെ വാ. ഹലോ ഹലോ, ഞാനൊരു പബ്ലിക് ചാലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ വാലറ്റിലുണ്ടല്ലോ വൈഫിന്റെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ സ്പോട്ടിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. വൈഫിന്റെ മനസ്സിലായി പ്രപ്പോസ് ചെയ്തെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. സ്പോട്ടിൽ തന്നെ ക്യാഷ് പ്രൈസും ഉണ്ട്, ഒരു ഗിഫ്റ്റും ഉണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞാണോ? അത് ഞാൻ കപ്പിൾസ് ലവേഴ്സ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രപ്പോസ് ചെയ്യ്. നല്ലതാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സൈഡിൽ ഗിഫ്റ്റ് ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ പറയും. ജസ്റ്റ് വരട്ടെ, ആ ഒരു ഇതിലോട്ട് വരട്ടെ. രണ്ടിനും പെർഫെക്റ്റ് അത് കഴിഞ്ഞിട്ട് എന്റെ ലൈഫിലേക്ക് വന്ന ഒരു അതായിരിക്കും ഒരു അപ്പൊ വൈഫാണ് ഇത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പേഴ്സില് വൈഫിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ, വൈഫിന്റെ ഇല്ലെങ്കിൽ ഉമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ആണ്. ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഉണ്ടോ? ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? നിക്ക് ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഇത് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് ഫോട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നല്ല പ്യൂർ ഹാർട്ടുള്ള മനുഷ്യർക്ക് നിങ്ങളുടെയൊക്കെ പേഴ്സണലുണ്ടോ? ഇല്ലല്ലോ. ഇത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് വെഡിങ് ആനിവേഴ്സറി ആരായിരിക്കും തന്നെ? ആരുടെ വക ആയിരിക്കും? അല്ല, വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് മാത്രമാണ് ഗിഫ്റ്റ് തരണ്ടേ? പറയൂ. അല്ല അല്ല ഫ്രണ്ട്സ് അല്ല, ഒരു തന്നെ തന്നല്ലോ. എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? നിങ്ങളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഓരാണ് പറഞ്ഞ സർപ്രൈസ് ചെയ്യണം. ഫോട്ടോ ഒക്കെ കണ്ടോ? ഫോട്ടോ ഇപ്പൊ വെച്ചതാട്ടോ. ശരിക്കും ഇവിടെ 10 വർഷമായിട്ട് ഇവര് കല്യാണം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനായി പലതും.